എഡ്യൂമേറ്റ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാശ്മീർ യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ്. കാശ്മീർ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഇന്നിവിടെ പാസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, ജമ്മു കാശ്മീരിൽ ശ്രീനഗറിൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയിക്കുവാനുള്ള വസ്തുത. അപ്പോൾ കാശ്മീർ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ലാഭകരമായി എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു ലളിതമായ മാർഗമാണ് ഈ ട്രെയിൻ യാത്ര. ഹായ്, നമ്മളിപ്പോൾ കാശ്മീർ യാത്രയിലാണ്. കാശ്മീർ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് കാശ്മീരിൽ ട്രെയിൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കാശ്മീരിലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബനിഹാളിൽ നിന്നും ശ്രീനഗറിലേക്ക് ട്രെയിനുണ്ട്. അപ്പോൾ നമുക്കറിയാം, ചെങ്കുത്തായ മലനിരകളാണ് കാശ്മീരിൽ മുഴുവൻ. അപ്പോൾ ആ ഭാഗത്ത് ട്രെയിൻ പോവുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും സങ്കല്പിക്കാനാകാത്ത ഒന്നാണ്. എങ്കിലും ബനിഹാളിൽ നിന്നും ശ്രീനഗറിനും നമ്മുടെ കട്രയ്ക്കും ജമ്മു കട്രയ്ക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ് ബനിഹാൾ. ഈ ബനിഹാളിൽ നിന്നും ശ്രീനഗറിലേക്ക് രാവിലെ 7 മണി മുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും. ഏകദേശം 1 മണിക്കൂർ ഇടവിട്ട് ശ്രീനഗറിൽ ട്രെയിൻ സർവീസ് ഉണ്ട്. തിരിച്ചും അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് ബനിഹാളിലേക്ക് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ആ ട്രെയിൻ സർവീസ് നിലനിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ആ ട്രെയിൻ സർവീസിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ട്രാഫിക് വളരെ കുറച്ച് കിട്ടുന്നതും സാമ്പത്തികം വളരെ ലാഭം ഉണ്ടാക്കുന്നതും എക്കണോമിക്കലാണ് യാത്ര എന്ന് പറയുന്നത്. 40 രൂപ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ 3 ഇരട്ടിയൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെറും 40 രൂപ കൊടുത്ത് നമുക്ക് ബനിഹാളിൽ നിന്നും ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ശ്രീനഗറിലേക്കുള്ള യാത്രയിൽ മറ്റൊരു പ്രത്യേകത, ഈ കാശ്മീരിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് ഈ ട്രെയിൻ യാത്രയിലൂടെ ആസ്വദിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്ഥിരം നമ്മുടെ യാത്രക്കാരായ നമ്മുടെ ഇന്ദ്രൻ സാറും നമ്മുടെ സാജനും ഒക്കെ നമ്മുടെ ആ ട്രെയിൻ യാത്രയുടെ കാശ്മീരിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻജോയ്മെന്റ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം സുഹൃത്തായ വിനോദ് സാർ നമ്മുടെ ഈ കാശ്മീരിയൻ ട്രെയിൻ യാത്രയിലും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ട്രാഫിക്കിൽ നിന്നും രക്ഷപ്പെടാം, സമയം ലാഭിക്കാം, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. അതാണ് ഈ കാശ്മീരി ട്രെയിനിൻ്റെ പ്രത്യേകത. ഡെമോ ട്രെയിനുകളാണ് ഇവിടെ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ആ യാത്രയിലാണ്. ട്രെയിൻ ഇങ്ങനെ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെമോ ട്രെയിനുകളാണ് കാശ്മീർ യാത്രയിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, കാശ്മീർ എന്നത് ചെങ്കുത്തായ മലമ്പാതകളൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിരവധി ടണലുകളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. വളരെ രസകരമായ ഒരു അനുഭവമാണ് കാശ്മീരിയൻ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഇത് മഞ്ഞ് സീസണാണെങ്കിൽ നമുക്ക് ഇരുവശവും, നല്ല വിൻ്റർ സീസണിൽ ഇരുവശവും ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ മഞ്ഞിൻ കാടുകളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ്. നമുക്ക് ഈ ഹിമാലയൻ പ്രദേശത്ത് കൂടി പോകുമ്പോൾ ഈ കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഈ കാണുന്ന മഞ്ഞപ്പാടങ്ങൾ എന്ന് പറയുന്നത് കടുക് പാടങ്ങളാണ്. നമുക്ക് ഈ യാത്രയിൽ ഉടനീളം ഈ സീസണിൽ കടുക് പാടങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ട്രെയിനുകളാണ്. ഇപ്പോൾ ബനിഹാൾ മുതൽ ശ്രീനഗർ വരെയാണ് ഈ യാത്ര നമുക്ക് നടത്താൻ കഴിയുന്നത്. ഏകദേശം 90 കിലോമീറ്ററാണ് ഈ റെയിൽവേയുടെ ദൂരം. പക്ഷേ ഇതിനെ നമ്മുടെ ഇന്ത്യൻ റെയിലുമായി ബന്ധിപ്പിച്ചിട്ടില്ല.
ഇന്ത്യൻ റെയിൽവേ അവസാനിക്കുന്നത് കട്ര വൈഷ്ണോദേവി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കട്ര മുതൽ ബനിഹാൾ വരെ ഏകദേശം ഒരു 100-120 കിലോമീറ്റർ വരും. ആ ഭാഗത്തു കൂടി ട്രെയിൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതുകൂടി ഏകദേശം അവസാന ഘട്ടത്തിലെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൂടി പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ കാശ്മീർ യാത്ര നമുക്ക് ശ്രീനഗറിലേക്ക് നമുക്ക് ആ ഇന്ത്യൻ റെയിൽവേയുമായി ശ്രീനഗറിലേക്ക് എളുപ്പത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. കാശ്മീരിയൻ വയലേലകളും ഉൾനാടൻ ഗ്രാമങ്ങളും ഒക്കെ പിന്നിട്ട് പോകുന്ന യാത്ര വളരെ മനോഹരമാണ്. അപ്പോൾ കാശ്മീരി വാസ്തുവിദ്യയിൽ പണിത വീടുകളൊക്കെ നമുക്ക് ഇരുവശത്തും കാണാം. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ശ്രീനഗറിൽ നിന്നും ബനിഹാൾ വരെയുള്ള ട്രെയിൻ യാത്ര ചെയ്തിരിക്കും. നമുക്ക് വളരെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ്, സമയലാഭം ഉണ്ടാക്കുന്നതാണ്, ട്രാഫിക് വളരെ കുറഞ്ഞതാണ് ഈ മാർഗം. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിവിടെ കുറച്ച് മലയാളി സുഹൃത്തുക്കളെ കണ്ടത്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഹായ്. ഞാൻ എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് തന്നെയാണ് അല്ലേ? ആദ്യമായിട്ടാണോ ശ്രീനഗറിലേക്ക്? ആദ്യമായിട്ട് ശ്രീനഗർ മീൻസ് കോളേജ് ടൈമിൽ വന്നിട്ടുണ്ട്. ഞാൻ NCC ലൈനോ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ട മറിയാനായ കാരണം ഞാൻ മുമ്പ് കുറെ വന്നിട്ടുണ്ട്. നിങ്ങൾ ടീം ക്യാപ്റ്റൻ നിങ്ങളാണ് അല്ലേ? പേരെന്താണ്? ഷാജഹാൻ. അദ്ദേഹം അജിത്ത്. നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളെ ക്രൂവില്? 10 പേര്. ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ട് പറഞ്ഞത്. ട്രെയിൻ യാത്രയെ കുറിച്ച് എന്താ പറയുന്നത്? ബനിഹാളിൽ നിന്നുള്ള ശ്രീനഗർ യാത്ര അടിപൊളി. ഞാൻ ആക്ച്വലി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടതാണ്. അതിൽ ആള് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ശ്രീനഗർ പോകണമെങ്കിൽ ആ ബനിഹാളിന്റെ ആ ട്രെയിൻ യാത്ര ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആ ഗ്രാമത്തിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല നമ്മൾ ട്രാഫിക് നമുക്ക് വളരെ കുറച്ച് കിട്ടും. അതുപോലെ ചീപ്പായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. നമുക്ക് വരാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്രതീക്ഷിതമായിട്ടാണ് ഇവരെ കണ്ടുപിടിച്ചത് കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. നല്ല തണുപ്പുണ്ടല്ലേ? വീണ്ടും മഴ. മഴയില്ല. വളരെ രസകരമായ ഒരു അനുഭവമാണ്. നമ്മൾ മറ്റ് ട്രെയിൻ യാത്രകൾ പോലൊന്നുമല്ല. വളരെ രസകരമായ, വളരെ മനോഹരമായ, വളരെ രസകരമായ അനുഭവമാണ് ഈ കാശ്മീർ യാത്രയിലെ ഈ ട്രെയിൻ യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, കാശ്മീരിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾ ഈ ബനിഹാളിൽ നിന്നും ശ്രീനഗറിലേക്ക് ട്രെയിൻ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാശ്മീർ യാത്രയുടെ വിശേഷങ്ങൾ നമ്മുടെ തുടർ വീഡിയോസിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്.